അത് പാടുള്ള സംഭവം തരാമേ. അമ്മ ഒന്ന് യൂട്യൂബിന്റെ സംഭവം ബ്ലോക്ക് ആക്കി. അതാണ് എടുത്തോട്ടെ പറയണല്ലോ. പാട്ട് എന്ത് രീതി പറയണല്ലോ. ആ ഒന്ന രീതി അമ്മ മറ്റേ യൂട്യൂബ് കാണാ പറഞ്ഞതും എല്ലാം പറഞ്ഞതും. അപ്പൊ അതിനിപ്പോ നാനൊക്കെ കാര്യം നല്ലോണം കാഴ്ചയോടുന്നത് കനം തൂങ്ങിയിട്ടാണേ നമുക്ക് വടി എടുത്തിട്ട് കെട്ടാം. അതായത് കെട്ടണം, കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. വേണം ഇതൊക്കെ എടുക്കണ്ട, എന്തായാലും കാണുമ്പോ നല്ലതുണ്ട്. എല്ലാം പൊട്ടിക്കണ്ട. താഴത്തുള്ള മുട്ടി കിടക്കുന്ന രണ്ടെണ്ണം അതെടുക്കാം. കിളികളുടെ ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇവർ പറയണതൊന്നും കേൾക്കുന്നുണ്ടാവില്ല കേട്ടോ. നമ്മളിന്ന് വഴുതനങ്ങ വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത കുട്ടികളും വലിയവരും ആരാണെങ്കിലും നിങ്ങൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളിത് സ്ഥിരം ഇത് കഴിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അച്ചാറായിട്ടൊക്കെ കണക്കൂട്ടാം. നമ്മളിതിന് അച്ചാർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് വിടുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അച്ചാറായിട്ട് കണക്കാക്കാം. അല്ലെങ്കിൽ ഒരു തൊടുകറി എന്നുള്ള രീതിയിലൊരു കൂട്ടാനായിട്ടോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നന്നായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനി ബാക്കി ഇവരെന്തൊക്കെയാണ് പറയണമെന്നൊക്കെ കേട്ടോളൂ. നീലതാടെ ഉപ്പേരിക്ക് നിന്നോട്ടെ. ഇടയ്ക്ക് പെട്ടെന്നേ ഉപ്പേരി ഇല്ലാതെ ഊണില്ല. അപ്പൊ പെട്ടെന്ന് ഇവിടെ ഉപ്പേരി ഉണ്ടാക്കി ചിലപ്പോ കൊണ്ടാട്ടം മറക്കാറുണ്ട്. അപ്പൊ അത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് വന്നിട്ട് പൊട്ടിച്ച് ഉപ്പേരി വെക്കും. ഞാൻ അങ്ങനെ പുറത്ത് കൂട്ടിട്ടുണ്ട്. പൂവൊക്കെ ഇട്ടില്ല. ഇത് വേണോ? ഇത് വേണ്ടല്ലോ. ഇത് വേണോ? ഇത് പോരെ? മതിയോ? മതി. ഇനിയിപ്പോ അതിന് മുളക് പൊടിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ സാധന കഷ്ണം പോലെയാവും. അതൊന്ന് വെറൈറ്റി അച്ചാറ് തുടങ്ങുകയാണ്. അപ്പൊന്നേ വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത്. എല്ലാവരും ഇഷ്ടമാണോന്നും അറിയില്ല. അതെ, അച്ചാറൊന്നും പറയാം. പിന്നെ നമ്മള് ചോറിന്റെ ഒപ്പൊക്കെ അച്ചാറല്ലാതെ കുറച്ചൊരു കുഴമ്പ് രൂപത്തിലാക്കി അങ്ങനെയും കഴിക്കാട്ടോ. അപ്പൊ പിന്നെ വേറെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇത് ആരൊക്കെ ഇഷ്ടം ഞങ്ങളെ ഉണ്ടാക്കി നോക്കി പ്രാവശ്യം. അപ്പൊ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഒന്നും കൂടി ചെയ്യാ വിചാരിച്ചിട്ടാണ്. നമുക്ക് ഇതൊക്കെ കഴുകി എടുക്കട്ടെ കേട്ടോ. അറ്റൊക്കെ കട്ട് ചെയ്തല്ലേ? ഈ പച്ച കളറുള്ളത് കട്ട് ചെയ്യാ. പണ്ട് അമ്മ അങ്ങനെ ഉപ്പേരിക്ക് അത് കൂടെ കൂട്ടി. പക്ഷെ അച്ഛൻ അങ്ങനെ ഇരുന്നു. നല്ല ടേസ്റ്റ് ആണ്. പണ്ടില്ലായ്മ അങ്ങനെ മുള്ളൊക്കെ ഉണ്ടാവും. എനിക്ക് മുള്ളൊന്നും നല്ല ടേസ്റ്റ് ആണ് അത് കൂടെ ഉണ്ടാവുമ്പോ. പണ്ടൊക്കെ വഴുതനങ്ങ ഉപ്പേരി ഇതില് സൂപ്പ് ഉണ്ടാക്കണേല് വഴുതനങ്ങ ഞെട്ടിയിടൂലോ. അപ്പൊ അതിനതിന്റെ അത്രയും നല്ല ഇതാണല്ലോ. അതിന്റെ ഉള്ളിലത്തെ ഇങ്ങനെ കുറച്ച് കനുള്ള സൈസ് ഉണ്ടാവും, ഒരു അരി പോലെ. അത് മാത്രമേ കളയുള്ളൂ. ഇതെങ്ങനത്തെ ഒക്കെ ഇടും. അപ്പൊ അങ്ങനെയാകുമ്പോ അതിന്റെ നല്ലതാണ്. സൂപ്പിലേക്കൊക്കെ അങ്ങനെ കാണാം ഉണ്ടാക്കുക. സൂപ്പ് അങ്ങനെ ഉണ്ടാക്കി കുടിച്ചു നോക്കിണ്ടോ? അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ അറ്റത്ത് ഈ ഞെട്ടിയൊക്കെ കളഞ്ഞു. അതിന് ശേഷം ഇത് അതുപോലെ അങ്ങനെ ഒന്ന് കീറി കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ നമ്മളെ മസാലകളൊക്കെ ഇതിലേക്ക് നല്ല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ കൊണ്ടാട്ടം മുളകിൽ തുളക്കി. അതെ, അതുപോലെ നല്ലതായിരിക്കും എല്ലാം പിടിക്കുന്നത്. അമ്മ കൊണ്ടാട്ട മുളക് എന്തായി? ഉണങ്ങാറായിട്ടില്ല. മോരൊക്കെ കഴിഞ്ഞു. പുളിയും മോരും കൂടിയാണല്ലോ പ്രാവശ്യം ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞു. അതിന് ബക്കറ്റൊക്കെ മുറി വെച്ചു. ഇപ്രാവശ്യത്തെ മുളക് എന്താ ഒക്കെ നല്ല എരിവ് അല്ലേ? ഒന്ന് മാത്രം കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഇത് കഴിഞ്ഞില്ലേ ഉണ്ടാക്കുമ്പോ കഴിയാറായില്ലേ? അപ്പോഴൊക്കെ മൂത്തതാവും വരുമ്പേ ഞാൻ പിന്നെ പച്ചപ്പുളി കിട്ടിയപ്പോ പിന്നെ എന്തായാലും ആയിക്കോട്ടെ ചേച്ചി വാങ്ങിയതാണ്. പച്ചപ്പുളിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. പച്ചപ്പുളി മുളകും കൂടി മോരും കൂടി ആക്കിയ. അപ്പൊ ആദ്യം നമുക്ക് കടായി എടുക്കാട്ടോ. ഗ്യാസ് കത്തിക്കട്ടെ. കുറച്ച് നല്ലെണ്ണ ഒഴിക്കാമേ. നമുക്ക് കടായി ചൂടായിട്ടോ നമുക്ക് കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ അതിലേക്ക് ചേർക്കണേ.
എപ്പോഴും നമ്മൾ നല്ലെണ്ണ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആവും വെളിച്ചെണ്ണ. പിന്നെ പൂപ്പലൊന്നും വരില്ല, പെട്ടെന്ന് കുറച്ച് ദിവസം ഇരുന്നാലും കേട് വരാതിരിക്കാൻ നല്ല എണ്ണയാണ് നല്ലത്. നല്ലെണ്ണയാണ് നല്ലത്. ഒന്ന് ചൂടായിക്കോട്ടെ എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഇടാം. ഇതിലിപ്പോൾ എന്തൊക്കെയാന്ന് വെച്ചാല് കാശ്മീരി മുളക്, മറ്റേ സാധാ മുളക്. അപ്പം ഇനി അടുത്തത് കായ കേട്ടോ, നമ്മളെ LG കായ കേട്ടോ എപ്പോഴും വാങ്ങാറ്. ഇനി എണ്ണ ചൂടായതിലേക്ക് ഇട്ടോളൂ. ഒന്നുകൂടി ആയിക്കോട്ടെ. എണ്ണയൊക്കെ നല്ല ചൂടായിട്ടോ, നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേ. ഇട്ട് കൊടുത്തോളൂ, ഞാൻ ഇളക്കാം. ഇളക്കിക്കോളൂ. മല്ലി എല്ലാം ഒരുമിച്ചുണ്ട് ഇടാം. പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും. കാശ്മീരി മുളക് ഇട്ടാൽ നല്ലൊരു കളർ കിട്ടും. രണ്ടും കൂടെ ആയതുകൊണ്ട് നല്ല കായത്തിൻ്റെ ഒക്കെ സ്മെല്ല്. ഇടിച്ചക്കയും കൊണ്ട് ഉണ്ടാക്കും ചെക്കച്ചാറ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതെ അതെ, അത് നല്ല ടേസ്റ്റാണ്. അതിൽ മല്ലിയൊന്നും ഇല്ല, മറ്റേ മുളക് പൊടിയല്ല, നമ്മളെ മല്ലി ഇല്ലാത്ത കടുകൊന്നും ഇല്ലാതെ സാധാ കായും ഉലുവയും മുളകും മാത്രമുള്ള. പൊട്ടിത്തുടങ്ങി. നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം. വാസന നല്ല ഇഷ്ടമില്ല വാസന. നല്ലതാണ്. പണ്ടൊക്കെ അങ്ങനെയല്ലേ സാമ്പാറിനൊക്കെ അല്ലേ? ഇപ്പോഴും കേട്ടോ നമ്മളുണ്ടാക്കുമ്പോ നാളികേരം ചെറിയിട്ട് ഇങ്ങനെ ഇളക്കും. അപ്പൊ ഞാൻ നാളികേരം ഇട്ടിട്ട് കുട്ടിയൊക്കെ ആകുമ്പോൾ അത് അമ്മ പറയും, അമ്മക്ക് ഇറക്കി കയ്യിൽ അരിയൊക്കെ കിട്ടും. എന്താ വെച്ചാൽ ഒരു അമ്മക്ക് ഇഷ്ടമല്ല ഇത് പണിയെടുക്കണേന്ന് ഇങ്ങനെ ഓടി തിന്നുക, ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. ശരിക്കാണ് പാടില്ല. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കായ ഒന്നും കൂടെ ഇട്ട് കൊടുത്തു. കായാണ് ആവാൻ കുറച്ചൊരു താമസം. അപ്പം മുത്തശ്ശി പറഞ്ഞ ഐഡിയ അദ്ദേഹം കോരിയപ്പോൾ മുത്തശ്ശി പറഞ്ഞതൊന്നും ഇതിലൊന്നും കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നില്ല അമ്മേ. നമ്മൾ സാധാരണ കായ ഒന്നിച്ച് വെറുതെ കുറെ പൊടിച്ച് വെക്കാറില്ല. അപ്പൊ എന്ത് കാര്യത്തിനും അങ്ങനെ എടുക്കാലോ വിചാരിച്ച് ചെയ്യും. ഇതിപ്പോ അതിന്റെ ഒപ്പാവും ഉണ്ട്. അതെ, അപ്പൊ അതിന് പകരം അത് അങ്ങനെ ചെയ്താൽ മതി. അപ്പോഴേക്കും അത് മൂക്കും. അപ്പൊ നമുക്കിനി വഴുതനങ്ങയൊക്കെ ഒന്ന് ഇങ്ങനെ കീറി വെച്ചൊക്കെ ഒന്നതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് വഴുതനങ്ങയിൽ വെള്ളം അതാണ്. ഗ്യാസ് നല്ല കൂട്ടി കൊടുക്കാം. കുറച്ച് സമയം ഇതിൽ മെനക്കെടണം. വഴുതനങ്ങ അങ്ങോട്ട് വേഗാവും തോന്നുന്നു അല്ലേ? നമ്മളാക്കിയപ്പോൾ വേഗമായില്ലോ. കളറൊക്കെ പോവും. കളറ് വളരെ ഭംഗിയൊക്കെ പോയി. അല്ല വൈലറ്റ് കളർ വൈലറ്റ് പോയി കണ്ടോ? വൈലറ്റ് പോയി. അതിന് വന്നു. ഒരു പൊട്ടലൊക്കെ ഉണ്ട്. വഴുതനങ്ങ ചുട്ടിട്ട് നമ്മളന്നിട്ടും നല്ല സാധനം അതാവും. ഇതിനൊക്കെ ഉണ്ടാവും, ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. ചെറുനാരങ്ങ അതെ അതെ അതെ, അതുപോലെ. നമുക്കിനി ചെറിയ രീതിയിലൊന്ന് ഉറച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം ചെറിയ മിക്സിയുടെ ജാറിൽ. കായ ശരിക്കും നല്ല മുരിഞ്ഞ വരും.
ഇനി നമുക്ക് പൊടിക്കാട്ടോ. കുന്നോളമുള്ളത് കുന്നിക്കുരുവോളായി ഇപ്പൊ വാടിയുള്ളപ്പോ. അതെ, വാടിയൊക്കെ ഉടഞ്ഞ് ഭംഗിയൊക്കെ പോയി. പക്ഷെ ഇനി ഇതിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇതിന്റെ കൂട്ടുകളൊക്കെ വരണം. അപ്പൊ നല്ല taste. അതെ. അപ്പൊ നമ്മള് പൊടിച്ചു വെച്ചൊക്കെ ഇതിലേക്ക് മാറ്റിയാണ് കേട്ടോ. അപ്പൊ നമ്മള് എണ്ണ ഇതില് ബാക്കിയുണ്ട് കേട്ടോ. അതുകൊണ്ട് എണ്ണ ഒഴിക്കേണ്ടി വന്നില്ല. അതെ. അപ്പൊ ഇനി കടുക് ഉലുവയാണ് വറുത്തിടാൻ എടുക്കുകയാണ്. അതെ, അതായത് കുട്ടുണ്ട് ചട്ടുകൾ. അടുത്തത് കറിവേപ്പില. നമ്മള് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇനി എന്തായാലും ഞങ്ങൾ ചൂടുള്ള അന്നലെ നമ്മൾ ചേമ്പിൻ്റെ കൂടെ നമുക്ക് വഴുതനങ്ങയുടെ പിന്നെ അവിടെ ഓലം വെച്ചിട്ടില്ല മട്ടന് വെള്ളപ്പേര്. ഞാൻ കൂട്ടാൻ വെച്ചാൽ കേൾക്കാം. അപ്പൊ പാർവതി പറഞ്ഞു ചേച്ചി വെക്കണ്ട, പിന്നെ അവരേക്ക് ചേച്ചി വെക്കണ്ട തൊന്ന് ഞാൻ വെക്കാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നമുക്ക് സാമ്പാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇടാം കേട്ടോ. പൊടിയുപ്പ് ഇടാം. ഞാൻ കല്ലുപ്പാണ് എറിഞ്ഞ് എടുത്തത്. ഇവിടെ ഇരിക്കുമ്പോൾ അതാണല്ലോ അടുത്ത്, അതുകൊണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പൊ വറുത്ത് വെച്ച ഒക്കെ ഉണ്ടല്ലോ പൊടികള് പൊടിച്ച് വെച്ചത്. അപ്പൊ അതൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ പുളി ഒഴിക്കുക. അതെ, ഞാൻ ഇളക്കിക്കോളാം എന്നാ. ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഇട്ട് കൊടുത്തത്. ഞാനൊന്ന് പൊരി വയ്ക്കാം. നേരത്തെ തന്നെ കുതിർത്തി വെച്ചോ, പിന്നെ എളുപ്പമുണ്ടല്ലോ. നമുക്ക് കുറച്ചൊരു വെള്ളത്തോടെ വേണം. അപ്പോൾ കുറച്ചുകൂടെ വെള്ളമാക്കുന്നുണ്ട് കേട്ടോ. കായത്തിൻ്റെയും മല്ലിയുടെ ഒക്കെ ഉള്ള സ്മെല്ല്. പിന്നെ കരിവേപ്പില പറയാനും വയ്യ. നമ്മളിവിടെ പൊട്ടിച്ച കരിവേപ്പിലയാകുമ്പോൾ അത് പ്രത്യേക വാസന. അതെ, ശരിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ. മുത്തശ്ശി അതിൻ്റെ കൃഷിയൊക്കെ ഉണ്ട് മുത്തശ്ശിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അവിടെ പോയി പൊട്ടിട്ടുണ്ട്. എനിക്ക് കൃഷിയില്ല, ആ ഒരു മരമുള്ളൂ ഇവിടെ. ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് എടുത്തിട്ട് വരും അവിടെ പോയിട്ട്. അപ്പോൾ ഇതാ വഴുതനങ്ങയുടെ അച്ചാറൊക്കെ റെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം പുറത്തിരിക്കുകയാണെങ്കിൽ ഒരു 10 ദിവസമൊക്കെ ഇരിക്കും. നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കണ വെച്ചാൽ 2-2.5 മാസമൊക്കെ ഇരിക്കും. അതെ, അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. ചോറിന്റെ കൂടെ കഴിക്കാം, ചപ്പാത്തി ഉപയോഗിക്കാൻ പറ്റും. അതെ അതെ, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമ്മൾ സാധാരണ എന്താ വെച്ചാൽ വഴുതനയുണ്ട് ഉപ്പേരി കൂട്ടാൻ എന്നൊക്കെ അല്ലേ വെക്കുക. പിന്നെ സാമ്പാറിലേക്ക് ഇടുക. പിന്നെ ഇപ്പൊ പുതിയ വിഭവമായില്ലേ. അതെ, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കും. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അതെ അതെ. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഇതിലേക്ക് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കിയിട്ട് ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല,
ഒരു 10-15 ദിവസമൊക്കെ ഇരിക്കുള്ളൂ പുറത്ത് വെക്കുകയാണ്. അപ്പൊ റസീദേ ആ ഒന്ന് രണ്ട് സ്പൂൺ അമ്മായിക്ക് കൊണ്ടേ കൊടുക്കാം. അതെ റസീദേ ആ ഇതായിട്ട് 2 സ്പൂണേ ദേവിക്ക് കൊണ്ടേ കൊടുക്കാം. അതെ നമ്മളെ അമ്മായിക്ക്, അതായത് എന്റെ അമ്മായിക്ക് കേട്ടോ. അമ്മായിക്ക് നല്ല ഇഷ്ടമാണ് ഇതൊക്കെ. അങ്ങനത്തെ ഒക്കെ നല്ല ഇഷ്ടമാണ്. പുതിയ വിഭവങ്ങളൊക്കെ എന്തുണ്ടാക്കിയാലും നമ്മള് ലേശം കൊണ്ടേ കൊടുക്കാറുണ്ട്. പിന്നെ അവിടെ നിന്ന് എന്തുണ്ടാക്കിയാലും ഇങ്ങോട്ട് തരാറുണ്ട്. പിന്നെ അവരെ വെള്ളപ്പയർ കൊണ്ട് വെറും മുളക് കുരിശ് പോലെ വെക്കണായിരുന്നു. എന്നാലും അപ്പൊ ഇത് പുളിയുള്ളതാകുമ്പോ പ്രത്യേക ഒരു ടേസ്റ്റ് ആവില്ലേ. അതെ അതെ. അപ്പൊ ഊണ് കഴിഞ്ഞു അറിയാം. അധികം 1 മണിക്ക് ഉണ്ണാറുണ്ട്. 1 മണി ആവണേ ഉള്ളൂ അമ്മ. എന്നവേ കൊണ്ടേ കൊടുക്കാല്ലേ. അപ്പൊ വഴുതനങ്ങച്ചാർ കൂടെ റെഡിയായി. മുത്തശ്ശിയൊക്കെ ടേസ്റ്റ് നോക്കി, പിന്നെ അമ്മ നോക്കി, എല്ലാരും നോക്കി. അപ്പൊ ഇനി ഇങ്ങനത്തെ വെറൈറ്റി അച്ചാറുകൾ മുത്തശ്ശി ഉണ്ടാക്കി നോക്കിയിട്ടേ മക്കളോടെ വിവരം പറയാതെ എല്ലാവർക്കും ഇഷ്ടമായ എന്താ കമന്റ് ചെയ്യൂ. അപ്പൊ മുത്തശ്ശിക്ക് ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് മുത്തശ്ശി നാളെ വരാം. ബൈ ബൈ.